We are on the way to our Varanasi trip. മണിക്ക് ഇന്നലെ രാത്രി ഒരു പോള പോലെ ഉറങ്ങിയിട്ടില്ല. 3 മണിക്ക് റെഡിയായി. നമ്മൾ 5 മണിയായപ്പോൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വാരണാസി. എന്താ നമ്മുടെ കൂടെ ലിനിച്ചേട്ടനുണ്ട്. ഹായ് പറ. പിന്നെ ഞാനുണ്ട്, ചേട്ടായി ഉണ്ട്, മണിയുണ്ട്. മണിയാണ് സൈഡ് സീറ്റ്. എൻ്റെ സൈഡ് സീറ്റ് കൊണ്ടുപോയി. ആദ്യമായിട്ടൊന്നുമല്ല, ചേട്ടൻ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുക. അവനൊരു 10 വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈം അല്ലടാ. അവന്റെ ഫസ്റ്റ് വർക്ക് ട്രിപ്പാണിത്. വർക്ക് ട്രിപ്പ്. വി ആർ ഫ്ലൈയിങ് ടുഗെദർ ഫോർ ദ ഫസ്റ്റ് ടൈം. വർക്ക് ട്രിപ്പ്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി നമ്മൾക്ക് വാരണാസിയിലേക്ക് പോകാനുള്ള 2 മണിക്കൂർ നമുക്ക് ലേ ഓവർ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വേറെ സംഭവം ഉണ്ടായിട്ടോ. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് വന്നത്. 2000 രൂപ കൊടുത്തപ്പോൾ 4 പേർക്ക് 2000 രൂപ കൊടുത്തപ്പോൾ നമുക്ക് പ്രയോറിറ്റി ചെക്ക് ഇൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നമ്മൾ വീണ്ടും ലഗേജ് എടുത്ത് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സംഭവം സ്മൂത്തായിരുന്നു. നമുക്ക് പ്രയോറിറ്റി ചെക്ക് ഇൻ അവിടെയും കിട്ടി. ഇവിടെ വാരണാസി വരെ അത് ആപ്ലിക്കബിളാണ്. 2000 രൂപയായുള്ളൂ 4 പേർക്ക്. എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർ എയർപോർട്ടാണ് എനിക്ക് പ്രത്യേക ഭംഗിയായിട്ട്. സീലിംഗ് ഒക്കെ നോക്കി ഭയങ്കര രസം. ലൈവ് പ്ലാന്റ്സാ. വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പൊക്കെ കണ്ട മേളിൽ നിന്ന് കണ്ടോ. വെള്ളം ഞാൻ വിചാരിച്ചു ആർട്ടിഫിഷ്യലാന്നാണ്. മിനുബ്രോയാണ് പറഞ്ഞത് ഇത് ലൈവാന്ന്. എനിക്ക് എന്തായാലും മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നല്ല കട തപ്പിക്കൊണ്ട്. ചേട്ടന് എന്താ വേണ്ട കഴിക്കാൻ? ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ചുമ്മാ പറയണേ കേട്ടോ. പച്ചവെള്ളം പോലും കുടിക്കില്ലാത്ത മനുഷ്യനാണ്. നല്ല തങ്കപ്പെട്ട മനുഷ്യനാന്ന് പറഞ്ഞോട്ടെ. Do not feed the giraffe. Feed the giraffe. കൊടുക്കുക. ഫിഷ് പേപ്പർ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു ജിറാഫിന്. അവിടെ തല കുടിക്കണില്ല. എന്താ ചെയ്യാ? എന്നാ വിട്ടോ. नहीं जाना तो गाइड बुक करते हैं सर। एलिस के नाम से था ना? मैंने बुकिंग किए थे। झूठ मत बोलिए, मैं आपके मोबाइल में दिखा दूँ, बोलिए तो मेरा नाम है। ഗൈസ്, ഇതാണ് നമ്മളെ ബനാറസിന്റെ ഒരു നാളെ മേടിക്കാം. ഇതുണ്ടോ പിള്ളേര് കളിക്കണം. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്. എന്താ അറിയില്ല. കഴിക്കാൻ തോന്നുന്നു എനിക്ക്. വിശപ്പ്.
കൊച്ചേട്ടനെ വിട്ടിട്ടില്ലടാ. അവിടുത്തെ സ്ട്രീറ്റ് എങ്ങനെയാ? നമ്മളെ ഡുണ്ടുമാസിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് കാണാം. ഛോട്ടാ ഭീമിലെ ഒരു ചേച്ചി ലഡു ഉണ്ടാക്കി കൊടുക്കണം. അതിനെ മിസ് ചെയ്യണവർക്ക് മന്ദിറിന്റെ കവാടാട്ടായി കാണുന്നത്. അതിന്റെ എൻട്രി ആണ്. എങ്ങോട്ടാ പോണേ? ഹോട്ടൽ JSR ഗ്രാൻഡ്. അത് ഇതിന്റെ ഉള്ളിൽ എടുത്തേക്കണേ, കാരണം നമുക്ക് എല്ലായിടത്തേക്കും ആക്സസ് കിട്ടാൻ എളുപ്പത്തിന് നമ്മൾ അവിടെ എടുത്തത്. പക്ഷെ ഒരു പണി കിട്ടി, ഇതിന്റെ അകത്തേക്ക്, ഇത് സ്ട്രീറ്റിന്റെ അകത്തായതുകൊണ്ട് അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല. അപ്പൊ ഹോട്ടലിലെ ആൾക്കാർ വന്ന് നമ്മുടെ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകണ്ട്. നമ്മൾ പക്ഷെ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കണം. നമ്മളെന്താ കഴിക്കണേ? നമ്മള് ബാങ്ക് കഴിക്കും. കുറേ സ്ട്രീറ്റ് ഫുഡിന്റെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം. തലയിരിക്കല്ലേ മണിയണ്ട, കഴിഞ്ഞ ദിവസത്തെ പോലെ ബോധം പോയി കിടക്കാൻ. കഴിഞ്ഞ ദിവസം ഒരാൾ പുല്ലുവിലൊരു കടയിൽ പോയിട്ട് തല കൊണ്ടുവന്ന് വെച്ച് ഞാൻ നിൽക്കുന്നത് നക്ഷത്രങ്ങൾ മിന്നി പറയുന്നത് കാണാൻ. എന്നത് ധാരാവീടാക്കാം. हेलो नमस्ते खाना चाहिए ഗായ്സ്, ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് എന്റെ വ്ളോഗാണോ നിന്റെ വ്ളോഗാണോ? അതല്ല, വ്ളോഗർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ഇത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് കൊടുക്കണം. നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടലിന്റെ പേര് JSR ഗ്രാൻഡ് എന്നാണ്. അതിന്റെ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇത് ഒരു ഏകദേശം 4 നില കെട്ടിടാണ്. 4ാമത്തെ നിലയിലാണ് ഇതിന്റെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റിന്റെ താഴെ കാണിച്ചു തരാം കേട്ടോ, ഫ്ലോർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്. എന്റെ പുറകിൽ കാണുന്നത് ഗംഗാ നദി കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്നത് ആക്ച്വലി ഓഫ് സീസൺ ആണ്. ഇപ്പൊ ഇവിടെ ഭയങ്കര മൺസൂണാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ മഴയില്ല, പക്ഷെ ഗംഗ ഫുൾ വെള്ളാണ്. ആരാ ഫുഡിനെ പറ്റി 2 വാക്ക്. ഇത് ബട്ടർ റൊട്ടി അല്ല, ഇത് ചപ്പാത്തിയിൽ ബട്ടർ വെച്ചത്. തവ റൊട്ടി, തവ ബട്ടർ റൊട്ടി. ഇത് പനീർ ദോ പൈസ് എന്ന് പറഞ്ഞ സാധനം. ഇത് ഇവിടുത്തെ എന്തെങ്കിലും പനീറുണ്ട്, എൻ്റെ പേര് മറന്നു. കിഡിലൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം അല്ല. മാഡം ബിസിയാണ്, ക്യാമറമാനാണ് വീഡിയോ മൊത്തം എടുക്കുന്നത് പറയുന്നത്. നമ്മളിനി അടുത്തെങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ ഇന്നത്തെ ദിവസത്തെ 3ാമത്തെ കോസ്റ്റ്യൂം ചേഞ്ച് ആണിത്. നമ്മൾ ഗംഗാ ആരതി കാണാനായിട്ട് പോവാണ് അവിടെ ഗംഗാ നദിയുടെ തീരത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര എത്നിക് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നത്. സൈലിഷ് എന്ന് പറഞ്ഞിട്ട് അങ്കമാലിയിലുള്ള സൈലിഷ് ഡിസൈൻസിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സൂപ്പർ. നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റിൽ തന്നെയാണ്, അതുകൊണ്ട് ഭയങ്കര ഗുണമാണ്. ഇപ്പൊ ബനാറസി സാരികൾ വാങ്ങാനാണ്, അല്ലെങ്കിൽ അതിന്റെ ഡ്രസ്സുകൾ വാങ്ങാനാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യാനാണെങ്കിലും ഗംഗ തൊട്ടടുത്ത്, ഗംഗ ആരതി തൊട്ടടുത്ത് പെർഫെക്റ്റ് സ്റ്റേ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഹോട്ടല് റൂമൊക്കെയാണ്. ഇപ്പൊ തട്ടി വീണേനെ എന്റെ ക്യാമറമാൻ. ഇവിടെയാണ് ഇരിക്കണേ. ഇതെവിടെയാ നടക്കുന്നേ? അപ്പൊ
ഓ ഇവിടെയാണ് നടക്കുന്നേ. ഹാ ഗംഗ ആരതി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഭയങ്കര മഴ ആയതുകൊണ്ട് ഗംഗ ഇങ്ങനെ അടിച്ചു തെളിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. ശരിക്കും ഈ സ്റ്റെയർ, ഇവിടെ കുറച്ച് സ്റ്റെയർ ഉണ്ട്, അതൊക്കെ വെള്ളത്തിൽ മൂടി കിടക്കുക. അതിന്റെ ആ ഭാഗത്താണ് ശരിക്കും നോർമലി ഈ ഗംഗ ആരതി നടക്കുന്നത്. പക്ഷെ അതിങ്ങനെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡില് ഒരു ടെറസ് പോലുള്ള സ്ഥലത്ത് ഇവര് ഇന്ന് ഗംഗാരതി നടത്തുന്നത്. ഭംഗിയുണ്ടല്ലേ? ഭാഗ്യടാ, മഴയൊന്നുമില്ലല്ലോ सभी लोग बैठकर अब भव्य माता गंगा का आरती गंगोत्री सेवा समिति द्वारा शुरू होने जा रहा है। अपने अपने स्थान को सुनिश्चित करके एक दूसरे का सहयोग करके सभी लोग और गंगा शांतिरंतरिक्ष गुं शांति पृथ्वी शांतिरापः शांतिरोगदयः शान्तिः भारतमातायाः शान्तिर्विश्वे देवाः शान्ति ब्रह्म शान्तिः सर्वगुं शान्तिः शान्तिरेव शान्तिः सामा शान्तिरेधि यतो यतः समीहते तर्यक्षरपुष्पाणि द्रव्याणि चादाय संकल्पं कुर्यात्। आप दोनों हस्बैंड वाइफ हैं, देखिए 3 बार बोलिएगा। ओम विष्णवे नमः, ओम विष्णवे नमः, ओम विष्णवे नमः। 3 बार बोलिएगा विष्णवे नमः, ऐसे रखिए। ओम विष्णु श्रीमद्भगवतो महापुरुषस्य विष्णुराज्ञः वर्तमानस्याद्य श्री ब्राह्मण होने दुतिके प्रार्थे श्री सूर्ये मार्तंड दक्षिणायने वर्षार्धौ महामांगल्य प्रथमासोत्तमे मासे पुण्य पवित्र श्रावण मासे शुभे शुक्लपक्षे पंचम्यां शुभ पुण्य तिथौ वासरो वासरान्विताय भौममासरान्विताय शुभ नाम नक्षत्र योग करणे शुभ राशि सुते श्री चंद्रे श्री सूर्ये श्री देवराज गुरौ शेषेषु गृहेषु यथा यथा राशिस्थान स्थितेषु तत्सु ഞാൻ ആദ്യം ദോശ ചെയ്യും, പനീർ. ഞാൻ ആദ്യം റൈസ് മതി എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ റൊട്ടിയാക്കി, പിന്നെ ഞാൻ ദോശയാക്കി. ഞാൻ ഇവരെ പറ്റിച്ചോണ്ടിരിക്കുക. എപ്പോൾ നോക്കിയാലും ഇതന്നെ RSS എന്നൊക്കെ യൂട്യൂബിൽ പറഞ്ഞ പണി കിട്ടുമായിരിക്കൂലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. ഓ ചേട്ടാ, എനിക്ക് ഇച്ചിരി ഒഴിച്ചു തരുമോ? ഇച്ചിരി എനിക്ക് ആണോ? കാണാൻ പറ്റാതെ അല്ല. ചുമ്മാ വെള്ളത്തിലിട്ട് വെക്കണത് എനിക്കറിയില്ല. വിനായകരുടെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പപ്പയ്ക്ക് പഠിക്കുക. ആ എന്റെ അമ്മ 2 കോടി മുളക് അടിച്ച് മുളക് പേപ്പർ എഴുതി കാണിച്ചത് എനിക്ക് നാളെ ഞാൻ
ഞാനില്ല, ഞാൻ പനീർ ദോശയാണ് പറഞ്ഞത്. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ദോശ തന്നെയാണല്ലോ ഇഷ്ടം. അത് ബട്ടർ റൊട്ടി. ഇതെന്തായിരുന്നു? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് സന്തോഷം. നല്ല ശരിക്കും നല്ല വെറൈറ്റി ഉണ്ട്, കഴിക്കാത്ത സാധനം. ഈ കടയിൽ നിന്നാണ് കഴിച്ചത്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പക്ഷെ നല്ല കത്തി റേറ്റാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ എവിടെ വന്നാലും അത്യാവശ്യം കത്തി റേറ്റ് ആണല്ലോ. തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര കാശ് കുറവാണ് ഫുഡിന്.